ഹലോ, ഇന്നിതാ ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈദൊക്കെ വരാനായല്ലോ, ഈദിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കി നോക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് ഈ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒനിയനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കടായിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇതാ ഫ്രൈ ആയി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് എങ്ങോട്ടും പോകാതെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ ഓയിലിലേക്ക് കുറച്ച് കാഷ്യൂസ് കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റേസിൻസ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് സവാള സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് കൂടെ ഒന്ന് ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി, അതുപോലെ എടുക്കുന്ന പച്ചമുളകൊക്കെ കൂടുതൽ എടുക്കാവുന്നതാണ്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 800 ഗ്രാം ചിക്കന് ഇതുപോലെ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൻ്റെ ബാക്കിയുണ്ടല്ലോ, ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് എന്ന് പറഞ്ഞത് 200 മില്ലിയുടെ കപ്പ് ഉണ്ടല്ലോ, അതിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് വറന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരി നന്നായിട്ട് വെന്ത് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 മുറി ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് റോസ് വാട്ടർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ റൈസിന് നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, അതിന് പകുതിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസ്, കിസ്മിസ്, സവാളൊക്കെ ഇട്ട് കൊടുക്കുക. നെയ്യൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസ്, കിസ്മിസ്, അതുപോലെ തന്നെ സവാള, മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ തുറന്ന് നോക്കിയിട്ടില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ദം പൊട്ടിക്കുന്നത്. അപ്പോൾ എപ്പോഴും ദം ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ തുറന്ന് നോക്കിയത് ഏകദേശം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ദം പൊട്ടിച്ചെടുത്താൽ മതി. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് അരിയൊക്കെ ഒന്നിനോടൊന്നും ഒട്ടാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇതാ ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിപ്പോൾ ഇതാ ഇതൊക്കെ വരാനായല്ലോ. അപ്പോൾ ഇതിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. അപ്പോൾ ഇതാ ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച അനിയന് അതുപോലെ തന്നെ കാഷ്യൂസ്, കിസ്മിസ്, മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്